ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ? ഞാനൊരു ഒഫീഷ്യൽ കാര്യം പറയാൻ വേണ്ടി വന്നതല്ല, പേഴ്സണൽ കാര്യം പറയാൻ വേണ്ടി വന്നാ. ഇരിക്കും. പേഴ്സണൽ കാര്യം ഇരുന്നോണ്ട് പറഞ്ഞാ മതി. അതിനിപ്പോ ഇരുന്നില്ലെന്നൊരു കുഴപ്പം വേണ്ട. ഇനി പറ, എന്താ പറയാനുള്ള? അല്ല, അത് പിന്നെ അപ്പൊ എന്തോ ഗൗരവമുള്ള കാര്യമാണ്. പറ വിഷ്ണുട്ടാ, എന്താ പ്രശ്നം? അത് പിന്നെ പ്രശ്നമായിട്ടൊന്നുമില്ല. അച്ഛൻ എന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളെല്ലാരും പഴയ വീട്ടിലേക്ക് പോണ കാര്യങ്ങളാ. അപ്പൊ ഞാൻ തന്നോട് ആലോചിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ എന്താ അച്ഛനോട് പറയാൻ? അല്ല, താൻ പറയുന്ന പോലെ പറയാം. രോഹിത്തും ശ്യാമയും വിളിച്ചിരുന്നു. അവരിന്നെത്തും. എല്ലാവരും കൂടിയാണ് അവിടെ താമസിക്കാൻ പോകുന്നത്. സത്യാമ്മയുടെ അഭിപ്രായമാണ് ഇതിൽ ആദ്യം അറിയേണ്ടത്. അല്ല, അമ്മയ്ക്ക് നമ്മളിപ്പോ കൂടെ കൂട്ടി താമസിക്കണു എന്നുള്ള വാശിയിലാണ്. പഴയ സത്യാമ്മ അമ്മ കൈവിട്ട് കഴിഞ്ഞു. ഇപ്പൊ അമ്മ നിൽക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം പഴയ എൻ്റെ അമ്മയായിട്ടല്ല. എനിക്ക് തോന്നുന്നത് നല്ലൊരു തുടക്കമായിട്ടാണ്. ഇനിയിപ്പോ നമ്മളായിട്ടൊരു എതിര് പറയണ്ടെന്നാണ് തോന്നുന്നത്. സത്യാമ്മ മാറി എന്നത് എനിക്കും ബോധ്യം വന്ന കാര്യം. മാറ്റത്തിന്റെ ചില സൂചനകള് ഞാനും കണ്ടു എന്ന് തന്നെ പറയാം. പക്ഷേ അത് സത്യാമ്മ അറിഞ്ഞിട്ടില്ല. അതെന്ത് കാര്യം? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ സത്യാമ്മയെ കണ്ടത് മറ്റാരും അറിയരുതെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് വിഷ്ണുവേട്ടനോട് പോലും ഞാൻ പറയാതിരുന്നത്. അത് ശരി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോഴേ ഒരു കാര്യം ഉറപ്പാ, അമ്മ അറിഞ്ഞുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ. നമ്മൾ അങ്ങോട്ട് ചെല്ലണമെന്ന് അമ്മ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ശ്യാമേ. കുഞ്ഞിച്ചി, ഞങ്ങൾ വന്നോണ്ടിരിക്കുക. നല്ല സമയത്താ നീ വിളിച്ചത്. പഴയ വീട്ടിലേക്ക് പോകുന്ന കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാ നീ വിളിക്കുന്നത്. എല്ലാം നടക്കും കുഞ്ഞിച്ചി. സത്യാമ്മയുടെ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങളുണ്ടാവും. ഞങ്ങളുടെ ഈ പോക്ക് വെറും ഒരു ടൂർ പ്രോഗ്രാം മാത്രമായിരുന്നില്ല, കുറച്ചധികം അമ്പലങ്ങളിലും പോയി. എല്ലാ സ്ഥലത്തും പ്രാർത്ഥിച്ചതും ഒരേ കാര്യമാ. പണ്ട് നമ്മൾ കഴിഞ്ഞതുപോലെ നമുക്ക് ആ വീട്ടിൽ കഴിയണം. സത്യാമ്മയും അച്ഛനും അങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോടെ. നമുക്ക് അങ്ങനെ ഒരു കാലം വരുമോ കുഞ്ഞേച്ചി? അതിന്റെ സൂചനകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നിന്റെ പ്രാർത്ഥനയൊക്കെ ഫലിച്ചെന്ന് തോന്നുന്നു. നീ പെട്ടെന്ന് വാ, നമുക്ക് കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാം. ശരി കുഞ്ഞേച്ചി. ശ്യാമയ, അവള് പറയുന്നതും വീട് മാറുന്ന കാര്യം തന്നെയാ. മാറണം.